ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മിക്ക ദിവസങ്ങളിലും ജോലിയുടെ തിരക്ക് കാരണം രാവിലെ നമ്മൾ സ്മൂത്തി ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കുന്നത്. ഇന്നൊരു ഇത്തിരി സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആഗ്രഹം. അതായത് മറ്റൊന്നുമല്ല, പരിപ്പോടെ സാമ്പാറും അതുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഈസി പരിപ്പോടെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 2 തരം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള എന്താ പറയുന്ന കടലപ്പരിപ്പ്, നമ്മളുടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഏകദേശം ഒരു 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ്, അത് ഞാനൊരു 100-150 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 200 ഗ്രാം പരിപ്പാണ് ടോട്ടൽ വരുന്നത്. ഇനിയും ആദ്യം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾക്കിതൊരു ഈസി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, അതുകൊണ്ട് ചൂട് വെള്ളത്തിൽ നമ്മൾ ഇതിന് 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെക്കുക. 1 മണിക്കൂർ അതിനപ്പുറം പോകേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് വേണ്ടതൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കി വെക്കാം. അപ്പം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയുള്ളി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സവാളയാണ് എടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴുത്ത പച്ചമുളകാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 വറ്റൽമുളകാണ്. പിന്നെ വലിയ കഷ്ണം ഇഞ്ചിയ, ഇത്രയൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല ഫൈനായിട്ട് സ്ലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു കായപ്പൊടി, ഇത്രയാണ് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഉപ്പ് നമുക്ക് നമ്മുടെ പാകത്തിന്, അത് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നേരം നമുക്ക് ഫൈനലി ഉപ്പിടാം. നമ്മൾ നേരത്തെ കാണിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള പൊടിപ്പൊടിയായിട്ട്, ഇഞ്ചിയും അതുപോലെ പൊടിപ്പൊടിയായിട്ട്, പച്ചമുളകും വറ്റൽമുളകും എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം, ചേർക്കുന്നു. പിന്നെ തന്നെ കുറച്ച് കറിവേപ്പില. നമ്മളുടെ ഈ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമ്മളുടെ പരിപ്പോടയുടെ ആ ഒരു സെറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ കുഞ്ഞു പരിപ്പോട ഉണ്ടാക്കുന്നത്, കടലപ്പൊടി വലിയ പരിപ്പോടയല്ല, ചെറിയ പരിപ്പോട ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇച്ചിരി മാവ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പറ്റുന്ന പോലെ നമ്മളിങ്ങനെ ഉരുള ഉരുട്ടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട്, ഒരിക്കലും ഫിംഗേഴ്സ് യൂസ് ചെയ്ത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് റെഡി. അപ്പൊ നമുക്ക് നല്ല സാമ്പാറിൽ നോക്കിയിട്ട് ട്രൈ ചെയ്തോളാം. സൂപ്പർ.